സർ, പലരും പറയുന്ന കാര്യമാണ് എനിക്ക് കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ്, എനിക്ക് അവിടെ വലിയ കവറേജ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ നമുക്കൊരു വലിയ അസുഖം വന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുമോ? ഗൾഫിൽ ഇൻഷുറൻസ് വിശ്വസിച്ച് നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്ത പ്രവാസികൾ തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് അവരെ കാത്തിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയല്ലേ? പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ശ്രുതിക്ക് ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, അതായത് കമ്പനിയിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ തന്നെന്ന് വിചാരിച്ചു. ശ്രുതി എന്ത് ചെയ്യും? ഈ കമ്പനിയിലുള്ള സമയത്ത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കും, ഫോൺ ചെയ്യും. ചിലപ്പോൾ ഈ കമ്പനിയുടെ ഫോൺ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ളതുകൊണ്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നാളെ ഇപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ മൊബൈൽ ഫോണായിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ? ആ മൊബൈൽ ഫോൺ ഇവിടെ തിരിച്ച് തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അതേസമയം ശ്രുതി പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മൊബൈൽ ഫോണാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കേസിൽ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കവറേജ് ഉണ്ട്. എന്നാൽ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇവിടെ ഞങ്ങളുടെ നമ്മുടെ ഓഫീസിൽ വന്ന ആ ഒരു മാഡത്തിൻ്റെ ഒരു കാര്യം തന്നെ പറയാം. ഏകദേശം ഒരു വർഷം മുമ്പാണ് ഈ മാഡം നമ്മുടെ ഓഫീസിലേക്ക് വന്നത്. ആ മാഡം ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദുബായിൽ വളരെ ഒരു ഹയർ പ്രൊഫൈലിൽ ജോലി ചെയ്തിരുന്ന വെച്ചാൽ, മാഡം ഹൗസ് വൈഫായിരുന്നു, ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ടോപ്പ് ഒഫീഷ്യലായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ പക്കൽ പല ആൾക്കാരും പല സമയത്തും മെഡിക്കൽ ഇൻഷുറൻസ് ഒരു ഇന്ത്യയിൽ എടുക്കുന്നതിനെ കുറിച്ച് വന്നു. ആ സമയത്ത് എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്ന വെച്ചൊരു കാര്യം, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയ കവറേജാണ്, എനിക്ക് ദുബായിൽ എവിടെ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും എടുത്തില്ല. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മാരകമായിട്ടുള്ളൊരു അസുഖം വന്നു. അപ്പോൾ തുടക്കത്തിൽ ഏകദേശം ഒരു 5-6 മാസത്തോളം അവർ ദുബായിൽ തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് കവറേജ് ഉപയോഗിച്ച് തന്നെ അവരവിടെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. എന്നാൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട സാഹചര്യം വന്നു. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇദ്ദേഹത്തിന് സമീപത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല. ഇദ്ദേഹത്തിന് മാരകമായിട്ടുള്ളൊരു അസുഖം. ഇദ്ദേഹത്തിന് വേറൊരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കിട്ടില്ല. ഇവരുടെ പക്കൽ ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ സമ്പാദ്യം ഉണ്ടാകും. ഈ 1.5 കോടി രൂപയുടെ സമ്പാദ്യം ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇദ്ദേഹം പണം കൊടുത്ത ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് വന്ന സമയത്തും ആ ഒരു പ്രീമിയം അടച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും നമ്മളുടെ സ്വന്തം പണം കൊടുത്ത് ഉള്ളൊരു ഇൻഷുറൻസ് നമുക്ക് വേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ ലഭിക്കുകയുള്ളൂ.